ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്നാൽ നമുക്ക് അടുത്ത പാർട്ടിയിലേക്ക് പോയാലോ? കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ സ്റ്റഡി ലീവാണ്. അതുകൊണ്ട് ആ ആഴ്ച പറഞ്ഞ ക്ലാസ്സിൽ പോകാൻ തീരുമാനിച്ചു. ചന്തുവിൻ്റെ വീട്ടിൽ അവനും അമ്മയും മാത്രമേ ഉള്ളൂ. അവർ ഇരുവർക്കും പറഞ്ഞോട് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു. രാവിലെ ബസ് സ്റ്റോപ്പ് വരെ ചന്തുവും ഉണ്ടായിരുന്നു. വർണ്ണ ഇപ്പോൾ ചന്തുവിൻ്റെ വീട്ടിലായതിനാൽ അനുവും വേണിയും അവളെ ബസ് സ്റ്റോപ്പിലാണ് കാത്തു നിൽക്കുന്നത്. വർണ്ണ കൂടെ വന്നതും അവർ ബസ്സിൽ കയറി. കോളേജിലെത്തിയാൽ മൂന്നിനും ഒരെല്ല് കൂടുതലാണ്. കലപില കൂട്ടി കോളേജ് ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറി. ഗേറ്റിന് മുന്നിലായി തന്നെ ക്രൈം പാർട്ട്നേഴ്സ് നിൽക്കുന്നുണ്ട്. അവരെ ശ്രദ്ധിക്കാതെ അനുവും വേണിയും വർണ്ണയും മുന്നോട്ട് നടന്നു. ഇന്നെന്താ മഹാറാണിമാർ നടന്നിട്ട്? അവരെ കണ്ട് ക്രൈം പാർട്ട്നേഴ്സിൽ ഒരുത്തൻ ചോദിച്ചു. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വരും, അതിന് നിനക്കെന്താടാ? വേണി ചോദിച്ചു. ഞങ്ങൾക്കൊന്നുമില്ല. എന്തായാലും വർണ്ണയുടെ കല്യാണം കഴിഞ്ഞതോടെ ദേവദത്തിന് കോളടിച്ചു. ഒരു വെടിക്ക് 3 പക്ഷികളെയല്ലേ കിട്ടിയേ. ദേവദത്തന്റെ കല്യാണം കഴിഞ്ഞതോടെ അവന്റെ ആദ്യത്തെ സെറ്റപ്പ് കോകില വേറെ കെട്ടിപ്പോയി. അതിനിപ്പോ ഇരട്ടി ലാഭമായി. ഭാര്യയും ഭാര്യയുടെ 2 കൂട്ടുകാരികള്. അവൻ പറയുന്ന കേട്ട് വർണ്ണയുടെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറി. അവൾ ദേഷ്യത്തിൽ മുന്നോട്ട് നടന്നു. അത് പറഞ്ഞവന്റെ മുഖത്തിട്ട് ആഞ്ഞടിച്ചു. നിന്റെ ഈ വൃത്തികെട്ട നാവുകൊണ്ട് ഇനി എൻ്റെ ദത്തൻ എന്തെങ്കിലും പറഞ്ഞ ഈ വർണ്ണ ആരാന്ന് നീ അറിയും. കുറെ കാലം ഫ്രണ്ട്സായി നടന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ക്ഷമിക്കണത്. അവൾ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അവനുണ്ട് എന്ന ധൈര്യത്തിലല്ലേടി നീ ഇങ്ങനെ കടന്ന് നഗളിക്കണേ? വർണ്ണയുടെ വിരൽ മടക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. അതേടാ, എൻ്റെ ഭർത്താവുണ്ടെന്ന ധൈര്യത്തിൽ തന്നെയാ ഞാനീ പറയണേ. അവൻ നിന്നെ പോലെയല്ല, നട്ടുള്ളവനാ. ദാത്തനെ കുറിച്ച് ഞാൻ നിനക്ക് വിശദീകരിച്ച് തരണ്ടല്ലോ. അതുകൊണ്ട് പൊന്നുമോൻ അധികം ഷോയർക്കാതെ പോയി പണി നോക്ക്. അത് പറഞ്ഞു വർണ്ണയും അനുവും വേണിയും ക്ലാസ്സിലേക്ക് നടന്നു. ഒരു കൂളിംഗ് ഗ്ലാസും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടായിരുന്നു പൊളിച്ചേനെ, വേണി പറഞ്ഞു. അത് ശരിയാ, സാരല്ല, അടുത്ത വട്ടം നോക്കാം, വർണ്ണ പറഞ്ഞു. നീ എന്ത് ധൈര്യത്തില വർണ്ണ മോളെ അങ്ങനെയൊക്കെ പറഞ്ഞേ? ഒന്നാമത് തേട്ട സ്ഥലത്തില്ല. ആ കാര്യം അവനറിയാത്തത് നമ്മുടെ ഭാഗ്യം. അനു നെഞ്ചിൽ കൈവച്ച് നെടുവീർപ്പോടെ പറഞ്ഞു. അവർ 3 പേരും ക്ലാസ്സിലേക്ക് പോയി. ഫസ്റ്റ് പീരീഡ് ടീച്ചർ കഴിഞ്ഞ ദിവസം എടുത്ത ക്ലാസ് ടെസ്റ്റിൻ്റെ പേപ്പറുമായാണ് ക്ലാസ്സിലേക്ക് കയറി വന്നത്. ടീച്ചർ ഓരോരുത്തരുടെ പേര് വിളിച്ച് ആൻസർ ഷീറ്റ് കൊടുത്തു. ചതി, കൊടും ചതി. നീ ഞങ്ങളെ പറ്റിച്ചു അല്ലേ അനു? നീ ഞങ്ങളൊക്കെ കൂടുതൽ പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിച്ചു അല്ലേ? വർണ്ണ പറഞ്ഞു. ഞാൻ നിന്നോട് അന്നേ പറഞ്ഞല്ലേ ഇവിടെ രാത്രി നമ്മളറിയാതെ ഇരുന്ന് പഠിക്കുന്നുണ്ടെന്ന്. ഇപ്പൊ കണ്ടില്ലേ വലിയ പഠിപ്പിച്ചായിരിക്കുന്നു, വേണു പറഞ്ഞു. പഠിപ്പികളൊന്നും ലാസ്റ്റ് ബെഞ്ചിൽ ഇരിക്കണ്ട, ഇറങ്ങിപ്പോ ഞങ്ങളുടെ ബെഞ്ചിൽ നിന്ന്. പോയി വല്ല ഫസ്റ്റ് ബെഞ്ചിൽ ചെന്നിരിക്കേ. പഠിപ്പുകളുടെ സ്ഥാനമൊക്കെ അവിടെയാ, വർണ്ണ പറഞ്ഞു. എനിക്കറിയില്ല പറഞ്ഞ മോളെ, എങ്ങനെ ഇത്ര മാത്രം കിട്ടിയെന്ന്. ഞാനൊന്നും പഠിക്കാതെയാണ് വന്നേ, എന്നൊന്നും വിശ്വസിക്കു വേണേ. മതി, നിർത്തിക്കോ. ഇതോടെ തീർന്നു നമ്മൾ തമ്മിലുള്ള ബന്ധം. ഇനി നിങ്ങൾക്ക് നിന്റെ വഴി. വലിയ മാർക്കൊക്കെ കിട്ടിയതല്ലേ, പോയി ആ പഠിപ്പിച്ച ശ്രുതിയുടെ കൂടെ പോയിരിക്കേ, വർണ്ണ പറഞ്ഞു. എന്താ അവിടെ ലാസ്റ്റ് ബെഞ്ചിൽ ഒരു ബഹളം? ഒരക്ഷരം പഠിക്കൂല, ക്ലാസ്സിൽ വരുന്നത് തന്നെ സംസാരിക്കണം. ബ്രേക്ക് ടൈമിൽ സംസാരിച്ചൊന്നും പോരാ നിങ്ങൾക്ക്. രാവിലെ തന്നെ കെട്ടിയൊരുങ്ങി ഇറങ്ങിക്കോളും, ഒരു കാര്യമില്ലാതെ വന്ന ഈ സംസാരം മാത്രം. കൊട്ടയിലാണല്ലോ മാർക്ക് വാങ്ങിച്ചിരിക്കണേ. ക്ലാസ്സിന് തന്നെ അപമാനമായ പിള്ളേര്. ടീച്ചർ പറയുന്ന കേട്ട് അവർ 3 പേരും തങ്ങളോടല്ല പറയുന്ന എന്ന രീതിയിലിരുന്നു. അത് കണ്ടതും ടീച്ചറുടെ ദേഷ്യം ഒന്നുകൂടെ വർദ്ധിച്ചു. വേണി കൃഷ്ണ, ഇന്ന് തന്ന പേപ്പറിലെ മാർക്ക് പറ. 50-ൽ 2, അവളെ നീറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു. വർണ്ണ, തന്റെയോ? 50-ൽ 2, അവള് എണീറ്റ് എന്ന് പറഞ്ഞു. ഇനി അനുരാധയുടെ പ്രത്യേകം ചോദിക്കണോ? 50-ൽ 2.5, അവള് എണീറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു. നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, വെറുതെ നിന്ന് കാല് വേദനിക്കണ്ട, ഇരുന്നോ, ടീച്ചർ പുച്ഛത്തോടെ പറഞ്ഞ് ക്ലാസ് എടുക്കാൻ തുടങ്ങി. നിങ്ങളെക്കാൾ 1/2 മാർക്ക് കൂടുതൽ കിട്ടിയതിനാണോ ഇവിടെ കിടന്ന് ഈ അടി മുഴുവൻ ഉണ്ടാക്കിയേ? നിങ്ങളുടെ സംസാരം കേട്ടപ്പോൾ ഞാൻ കരുതി അനുരാധ ഫുള്ള് മാർക്കുണ്ടെന്ന്. അവരുടെ ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്ന കുട്ടി തിരിഞ്ഞിരുന്ന് ചോദിച്ചതും 3 പേരും വളിച്ച ചിരിച്ചു.
എന്നാലും ഒരേപോലെ എഴുതിയിട്ട് എനിക്കെങ്ങനെയാടി അരമാർക്ക് കൂടുതൽ കിട്ടിയെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അനു പേപ്പർ തിരിച്ചു മറിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം ഫ്രീ പീരീഡ് ആയ കാരണം ത്രിമൂർത്തികൾ മൂന്നും ഡെസ്കിൽ തലവെച്ച് നല്ല ഉറക്കത്തിലാണ്. ആരുടെക്കോ ബഹളം കേട്ട് മൂന്നും കൂടെ ചാടി എണീറ്റു. അയ്യോ, ഭൂമി കുലുക്കം! അനു അലറി വിളിച്ചു. ഭൂമി കുലുക്കൊന്നല്ലടി, അവിടെ എന്താ അടി നടക്കണയാ? വരാന്തയിലൂടെ ഓടുന്നവരെ നോക്കി വർണ്ണ പറഞ്ഞു. ഇനി സ്വല്പം സ്റ്റണ്ടാവാം, വാ നമുക്ക് പോയി കാണാം. വേണി ഉറക്കത്തിൽ നിന്നും എണീച്ച് കയ്യും കാലും ഒന്ന് കുടഞ്ഞുകൊണ്ട് പറഞ്ഞു. മൂന്നും കൂടെ അടി കാണാൻ പുറത്തേക്ക് ഇറങ്ങിയെന്നതും അകത്തേക്ക് ആരൊക്കെയോ ഓടി വന്നു. ക്രൈം പാർട്ട്നേഴ്സിലെ ആൺതരികളാണ് ക്ലാസ്സിലേക്ക് ഓടി കയറിയത്. അവർക്ക് പിന്നാലെ വേറെ കുറച്ചു പേർ തല്ലാനായി പിറകെ കയറി വന്നു. എടി, ഇതാവരല്ലേ ദത്തന്റെ ഗ്യാങ്? അവരെ നോക്കി അനു പറഞ്ഞു. ദത്തന്റെ കൂട്ടുകാർ ക്രൈം പാർട്ട്നേഴ്സിലെ വീരശൂര പരാക്രമികളെ അറഞ്ചും പുറഞ്ഞും തല്ലുന്നുണ്ട്. ഒന്നും മനസ്സിലാവാതെ കുട്ടികൾ അവർക്ക് ചുറ്റും കൂടെ ഓടുന്നു നിൽക്കുന്നുണ്ട്. ഇനി ദത്തന്റെ ഭാര്യയുടെ പെങ്ങന്മാരുടെ നേരെയോ നിങ്ങളുടെ നാവ് ഉയർന്ന ദത്തൻ ഇങ്ങോട്ട് നേരിട്ട് വരും. ബാക്കി കാര്യം ഞാൻ പറയണ്ടല്ലോ, അത് ചിലപ്പോൾ നിങ്ങൾക്ക് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. മണി അടികൊണ്ട് പഞ്ചറായി കിടക്കുന്നവർക്ക് നേരെ ചീറിക്കൊണ്ട് പറഞ്ഞു. ശേഷം അവൻ വർണ്ണയുടെ അടുത്തേക്ക് വന്നു. ഇനി ഇവരാരും നിങ്ങളെ ഒരു നോക്കുകൊണ്ട് പോലും ശല്യം ചെയ്യില്ല പെങ്ങളെ, അതിനുള്ളതൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. മനു വർണ്ണയെ നോക്കി പറഞ്ഞ ശേഷം അനുവിന് നേരെ തിരിഞ്ഞു. ഞാനിപ്പോൾ ദത്തൻ വർക്ക് ചെയ്യുന്ന വർക്ക്ഷോപ്പിൽ ജോലിക്ക് പോകുന്നുണ്ട്, പിന്നെ PSC കോച്ചിങ്ങിനും പോകുന്നുണ്ട്. അനുവിനെ നോക്കി മനു പറഞ്ഞു. ചേട്ടോ, വർണ്ണ ഒരു പ്രത്യേക താളത്തിൽ വിളിച്ചു. ഒന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞെന്നുള്ളോ. കുട്ടി ആരെങ്കിലും ശല്യം ചെയ്യാൻ വന്നാ എന്നോട് വന്ന് പറഞ്ഞോളൂ കേട്ടോ, ഞാൻ വേണ്ടത് കൊടുത്തോളാം. എന്നാ ഞങ്ങൾ ഇറങ്ങാ. മനു അനുവിനെ നോക്കി ഒരു ചിരിയോടെ പറഞ്ഞ് പുറത്തേക്ക് പോയി. കുട്ടിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ കേട്ടോ, സുധി വേണിയോട് പറഞ്ഞ് പുറത്തേക്ക് പോയി. എടാ പൊട്ടാ, നീ ഇതെന്തു ഭാവിച്ച? വർണ്ണ പറഞ്ഞതല്ലേ വേണിയൊക്കെ വിട്ടേക്കാൻ, അവളുടെ കല്യാണം ഉറപ്പിച്ചതാ. എന്നാലും വെറുതെ ഒന്ന് ശ്രമിച്ചു നോക്കാലോ. ഇങ്ങനെ ശ്രമിച്ചാൽ മിക്കവാറും നിന്റെ അന്ത്യ അവളുടെ മുറച്ചേർക്കാൻ ആ പട്ടാളക്കാരൻ്റെ തോക്കിൽ ഉണ്ടായിരിക്കും. മനുവും അവരുടെ മറ്റുള്ളവരും കൂടെ പുറത്തേക്ക് പോയി. രാവിലെ ഇവിടെ ഉണ്ടായ കാര്യം ഇവരെങ്ങനെ അറിഞ്ഞാണാവോ? വേണി സംശയത്തോടെ ചോദിച്ചു. ഞാൻ ചേച്ചിമാര് പറഞ്ഞേ. ഒരു പെൺകുട്ടി അവരുടെ അരികിലേക്ക് വന്നു. ഞാൻ മിത്ര, ഇവിടെ ഡിഗ്രിക്ക് പഠിക്കുക. മനു എൻ്റെ കസിനാണ്. എനിക്ക് വർണ്ണ ചേച്ചി അറിയാം, അതുകൊണ്ട് ഞാൻ ഏട്ടനെ വിളിച്ച് ഇവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. മിത്ര ഒരു വളിച്ച ചിരിയോടെ പറഞ്ഞു. ഒരാഴ്ച വേഗത്തിൽ കടന്നുപോയി. ദത്തൻ ഒരാഴ്ച കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് വിളിച്ച് കുറച്ച് ദിവസം കൂടെ കഴിയുമെന്ന് പറഞ്ഞു. ഇന്നേക്ക് ദത്തൻ ഇവിടെ നിന്നും പോയിട്ട് 13 ദിവസമായി. 2 ദിവസം മുമ്പ് വരെ അവൻ രാത്രി എന്നും വിളിക്കുമായിരുന്നു. അതും വിളിച്ചാലും വാക്കുകൾ പോലും പിശുക്കിയേ സംസാരിക്കുള്ളൂ. ക്ലാസ്സിൽ പോയോ, ഭക്ഷണം കഴിച്ചോ എന്നീ കാര്യങ്ങൾ അവൻ ചോദിക്കും. വർണ്ണയാണെങ്കിൽ അന്നത്തെ ദിവസം നടന്ന കാര്യങ്ങളെല്ലാം ദത്തനോട് വാ തൊടാതെ സംസാരിക്കും. അവൻ മറുപടി ഒരു മൂളലിൽ ഒതുക്കും. വൈകുന്നേരം വിളക്ക് വെച്ച് കഴിഞ്ഞ് ചായപാത്രങ്ങൾ എല്ലാം കഴുകി വെക്കുകയായിരുന്നു വർണ്ണ. അടുക്കള ഭാഗത്തെ തെങ്ങിൻ ചൂടിലാണ് പാത്രം കഴുകുന്ന സ്ഥലം. അവൾ ഒരു മൂളിപ്പാട്ടും പാടി പാത്രം കഴുകുമ്പോഴാണ് ദത്തന്റെ ബുള്ളറ്റ് മുറ്റത്ത് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത്. അവൾ കൈ കഴുകിക്കൊണ്ട് നേരെ മുറ്റത്തേക്ക് ഓടി. ദത്തൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അത് കണ്ടതും അവൾ അവൻ്റെ അരികിലേക്ക് ഓടി. അപ്പോഴേക്കും മറ്റൊരു കാർ കൂടെ ആ മുറ്റത്ത് വന്ന് നിന്നു. കാറിൽ നിന്ന് ഇറങ്ങുന്നവരെ കണ്ടു വർണ്ണയുടെ മുഖം വാങ്ങി. ഒന്ന് ചലിക്കാൻ പോലും ആവാതെ അവൾ അവിടെ തന്നെ നിന്നു. വർണ്ണയുടെ മുഖത്തെ ഭാവമാറ്റങ്ങൾ നോക്കി ചുണ്ടിൽ ഒളിപ്പിച്ച കള്ളച്ചിരിയുമായി ദത്തൻ ബുള്ളറ്റിൽ ചാരി നിന്നു. അപ്പോൾ നല്ലൊരു പാട്ടായിട്ട് നാളെ കാണാം. ബൈ, താങ്ക് യു. കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ.